ത്രിയേക ദൈവത്തിന് സ്തുതി. തിരുസഭയ്ക്ക് ഇത് കാത്തിരിപ്പിന്റെ കാലമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തിക്കോസ്തി വരെയുള്ള കാലയളവിനെയാണ് കാത്തിരിപ്പിന്റെ കാലമായി സഭ കണക്കാക്കുന്നത്. ക്രിസ്തു ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനായി കാത്തിരുന്ന ഒരു കാലം എന്നാണ് സഭ ഈ കാലത്തെ കാണുന്നത്. തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉള്ള ശരിയായ അവബോധം നമുക്കുണ്ടാകുന്നതിന് നമ്മെ സഹായിക്കുന്ന ധ്യാനങ്ങൾ തീർച്ചയായും ഉണ്ടാകേണ്ട കാലമാണ് ഈ കാത്തിരിപ്പിന്റെ കാലം. പരിശുദ്ധാത്മാവ് സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് എന്നുള്ളതാണ് ഈ ഞായറാഴ്ചയിലേക്ക് സഭ നൽകിയിട്ടുള്ള ധ്യാന വിഷയം. ഇത് സഭ എല്ലാ കാലത്തും ഏറ്റുപറയുന്ന അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്നാണ്. പരിശുദ്ധാത്മാവ് കർത്താവാണെന്നും അവൻ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവാണെന്നും തിരുസഭ ഏറ്റുപറയുന്നത് നമ്മുടെ ആരാധനയിലും വിശുദ്ധ വേദപുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട്. ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോനായി നൽകപ്പെട്ടിട്ടുള്ള വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ധ്യാനം. ആരാണ് പരിശുദ്ധാത്മാവ്? ഇവിടെ കർത്താവ് തന്റെ ശിഷ്യരോട് പറയുകയാണ്, സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. സത്യത്തിന്റെ ആത്മാവാണ്, മറ്റൊരു കാര്യസ്ഥനാണ്. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും ആരാണ് ആദ്യത്തെ കാര്യസ്ഥൻ? ആദ്യത്തെ കാര്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ് പരിശുദ്ധാത്മാവ് എന്ന് നാം എപ്പോഴും ഓർക്കണം. Distinctive person who continues the ministry of Jesus. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ തുടർച്ചയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്ന് നാം എപ്പോഴും ഓർക്കണം. മറ്റൊരു കാര്യസ്ഥൻ എന്നതിന് മൂലഭാഷയായ ഗ്രീക്കിൽ നമ്മൾ കാണുന്നത് അനദർ പേഴ്സൺ ഓഫ് ദ സെയിം കൈൻഡ് എന്നുള്ളതാണ്. സാരാംശത്തിൽ ഏകമായിരിക്കും തൃത്വം എന്ന് നമ്മൾ ഏറ്റുപറയുന്നല്ലോ. സാരാംശത്തിൽ ഏകമായിരിക്കുന്ന എന്നാൽ വ്യതിരിക്ത രൂപവും ഭാവവുമുള്ള ഒരാൾ എന്ന രീതിയിലാണ് നാം പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നത്. ആളത്വത്തിൽ വ്യത്യസ്തനായ എന്നാൽ ഒരേ സാരാംശത്തിൽ ഏകമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച്, തൃത്വത്തിലൊരുവനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ ആദിമ സഭയ്ക്ക് അതുകൊണ്ട് തന്നെ സാരാംശത്തിൽ ഏകമായിരിക്കുന്ന പരിശുദ്ധാത്മാവും കർത്താവാണ് എന്ന് ഏറ്റുപറയുന്നതിന് പ്രയാസമുണ്ടായിരുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവാണെന്നും അവൻ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവാണെന്നും പൂർണ്ണ വിശ്വാസത്തോടും ബോധ്യത്തോടും അവർ ഏറ്റുപറഞ്ഞിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലുമാണ് എന്ന് വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ ശക്തി അത് പരിശുദ്ധാത്മാവിലൂടെയാണ് നാം അനുഭവിക്കുന്നത്. യേശു ക്രിസ്തുവിന് തന്റെ മർത്യശരീരത്തിൽ സാധ്യമായ ഉയർത്തെഴുന്നേൽപ്പ് മർത്യരായ നമുക്കും തീർച്ചയായും അനുഭവേദ്യമായി തീരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കൃപമേൽ കൃപ പ്രാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കൃപമേൽ കൃപ നാം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ഒരു പ്രത്യേക സമയത്തും പ്രത്യേക സ്ഥലത്തും മാത്രം പരിമിതപ്പെട്ടിരുന്നായിരുന്നെങ്കിൽ, ഒരു പ്രത്യേക കാലത്തിന്റെ പരിമിതിയിൽ ഉണ്ടായിരുന്നാണെങ്കിൽ സർവ്വലോകത്തിനുമുള്ള മഹാസന്തോഷവും രക്ഷയും ഇപ്പോൾ അനുഭവേദ്യമായി തീരുന്നത് സമയത്തിന്റെയും സ്ഥലത്തിന്റെയും എല്ലാ പരിമിതികളെയും അതിജീവിക്കുന്ന ദൈവസാന്നിധ്യമായി കൂടെയുള്ള പരിശുദ്ധാത്മാവിലൂടെയാണ്. അതുകൊണ്ട് ആദിയിൽ സൃഷ്ടിയിൽ ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് അവൻ ജീവിപ്പിക്കുന്ന കർത്താവാണ് എന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കണം. മനുഷ്യൻ ജീവൻ പ്രാപിക്കുന്നത് ഈ ആത്മാവിന്റെ പകർച്ചയിലൂടെയാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. ജീവിപ്പിക്കുന്ന കർത്താവ് നാം ഇന്ന് കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളിലും നമുക്ക് പുതിയ ജീവനും ബലവും നൽകുവാൻ മതിയായവനാണ്. ഇന്ന് നമ്മൾ വിശുദ്ധ ഏവൻഗേലിയോനായി വായിക്കുന്ന ഭാഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഭാഗമാണ്. യേശുക്രിസ്തു മാളിക മുറിയിൽ ശിഷ്യന്മാരോടൊപ്പം അന്ത്യ അത്താഴം കഴിക്കുന്ന വേളയിൽ ആസന്നമായ മരണത്തെ കുറിച്ച് അവരോട് പങ്കുവെക്കുകയും തന്റെ നിര്യാണത്തിനു ശേഷം, തന്റെ മരണത്തിനു ശേഷം ശിഷ്യന്മാർ പതറിപ്പോകാതിരിക്കുവാൻ അവരെ ഉറപ്പിക്കുന്നതുമാണ്. അനിവാര്യമായ ക്രൂശിനെ കർത്താവ് സ്വീകരിക്കുന്നതിന് ഒരുങ്ങുമ്പോൾ തന്നെ തന്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർ
തകർന്നു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കർത്താവ് അറിഞ്ഞ് അവരെ ബലപ്പെടുത്തുന്നതാണ്. കർത്താവ് അവരോട് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുകയാണ്, ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന്. അപ്പോൾ അനാഥരാകാൻ പോവുകയാണ് അവർ. അവരുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ സനാഥരാണെന്നും എല്ലായ്പ്പോഴും കൂടെയുള്ള ദൈവസാന്നിധ്യം അവർ പരിശുദ്ധാത്മാവിലൂടെ അനുഭവിക്കാൻ പോവുകയാണെന്നും കർത്താവ് അവരോട് പറയാൻ ശ്രമിക്കുകയാണ്. എന്നാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെയുള്ള ബോധ്യം ജനിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളെപ്പോലും പ്രാർത്ഥനയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ വണ്ണം നമ്മൾ ബലഹീനമായിരിക്കുന്ന, വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ജീവിതാനുഭവങ്ങളുണ്ട്. ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് ത്രാണിയില്ലാതെ പോകുന്ന, അത്രമാത്രം നമ്മൾ ബലഹീനതയിലൂടെ കടന്നു പോകുന്ന വേളകളിൽ നമ്മുടെ ഞെരുക്കങ്ങളെപ്പോലും, നമ്മുടെ മുറിഞ്ഞു പോകുന്ന വാക്കുകളെപ്പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയായി സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മധ്യസ്ഥത, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ് തീർച്ചയായും നമുക്ക് മതിയായവനാണ് എന്ന് നാം എപ്പോഴും ഓർക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിന് മാത്രമുള്ള ആട്രിബ്യൂട്ടാണ് ജീവൻ നൽകുന്ന, ജീവിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെന്ന്. ആർക്കാണ് പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്ന കർത്താവായി തീരുന്നത്? ഈ ഭാഗത്ത് അത് വളരെ വ്യക്തമായി കർത്താവ് ശിഷ്യരോട് പങ്കുവെക്കുന്നുണ്ട്. ഒന്ന്, ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുകയും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുകയും ചെയ്യുന്നവർക്കാണ്. യേശുക്രിസ്തു ലോകവുമായി ഒരു താരതമ്യം ചെയ്യുന്നുണ്ട്. കർത്താവ് പറയുകയാണ്, ലോകത്തിന് ഈ പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യാൻ കഴിയില്ല, എന്നാൽ നിങ്ങൾക്കത് കഴിയും. കാരണം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നു എന്നുള്ളതുകൊണ്ട്. തിരുസഭയ്ക്ക് നൽകപ്പെട്ടിട്ടുള്ള വലിയ ദാനമാണ് പരിശുദ്ധാത്മാവ്. സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് പെന്തിക്കോസ്തിയുടെ ദിനമാണെന്നുള്ള തെറ്റിദ്ധാരണ പലപ്പോഴുമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ആദി സൃഷ്ടി മുതൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം പഴയ നിയമ ഭാഗങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷയിൽ ഉടനീളം കാണുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാർ പെന്തിക്കോസ്തി വരെയും കാത്തിരുന്നത്? അവർക്ക് ഓൾറെഡി നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുന്നതിനും പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുന്നതിനുമുള്ള ഒരുക്കത്തിന്റെ കാലയളവാണ് കാത്തിരിപ്പിന്റെ കാലം എന്ന് പറയുന്നത്. ക്രിസ്തു അത് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന തിരിച്ചറിവും ബോധ്യവും ഉണ്ടാകുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാനുള്ള ഒരു വലിയ വിനയവും പരിശുദ്ധാത്മാവിന് കാതോർക്കുവാനുള്ള ഒരു സമർപ്പണവും ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്ന കർത്താവും ദൈവവുമായി മാറുന്നത്. നമ്മുടെ സഭ വളരെ വ്യക്തമായി വിശുദ്ധ കൂദാശകളിലൂടെ ഇത് അഫേം ചെയ്യുകയും നമ്മെ ഓർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സഭയിൽ പ്രധാനമായും 2 സന്ദർഭങ്ങളിലാണ് വിശുദ്ധ മൂറോൻ ഉപയോഗിക്കുന്നത്. ഒന്ന്, ഒരു കെട്ടിടം ദേവാലയമായി കൂദാശ ചെയ്യപ്പെടുമ്പോൾ അഭിവന്യ തിരുമേനി വന്ന് വിശുദ്ധ മൂറോൻ കൊണ്ട് ദേവാലയത്തിന്റെ ചുവരുകളും ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെയും മൂറോൻ പുരട്ടി അഭിഷേകം ചെയ്യുകയും ഈ കെട്ടിടം ദേവാലയമായി മാറുന്നത് പരിശുദ്ധാത്മാവിൽ വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണെന്ന് സഭാമുമ്പാകെ ഏറ്റുപറയുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് ആ കെട്ടിടം, അത് ദേവാലയമായി മാറുന്നുവെന്ന് അഭിവന്യ തിരുമേനി ദേവാലയ കുദാശ മധ്യ ഏറ്റു പറയുന്നത് വിശുദ്ധ മൂറോൻ പുരട്ടിയാണ്. 2, വിശുദ്ധ സ്നാനത്തിന് ശേഷം സ്നാനമേൽക്കുന്നയാളുടെ ഉച്ചി മുതൽ ഉള്ളങ്കാലു വരെ വിശുദ്ധ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്തിട്ട് തിരുസഭ ഏറ്റു പറയുന്നത് മറ്റൊന്നല്ല, ഈ വ്യക്തിയും പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന മന്ദിരമാണ് എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് സഭ ഏറ്റു പറയുകയാണ്. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ എല്ലാ അവയവങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുന്നുവെന്നും നമ്മൾ സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണെന്നും സഭ ഓർപ്പിക്കുന്നതാണ് വിശുദ്ധ മൂറോൻ അഭിഷേകം എന്ന കുദാശ. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ്. ഈ ഞായറാഴ്ചയിലേക്കുള്ള മറ്റ് വേദഭാഗങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളിൽ നമ്മൾ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികളായ ദുഷ്കാമവും ഈർഷ്യയും പിണക്കവും പകയും ക്രോധവും എല്ലാം നമ്മെ വിഴുങ്ങിക്കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴെല്ലാം നാം നിരന്തരം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാണ്. നമ്മുടെ നെറ്റിമേൽ, നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ശരീരമാസകലം വിശുദ്ധ മൂറോൻ കൊണ്ട്
പുരട്ടി നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന് അശുദ്ധമായ ഇടങ്ങളിൽ പാർക്കാൻ കഴിയുകയില്ല എന്നുള്ള ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കണം. അതിന് നമ്മുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നതിനും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് കാതോർക്കുന്നതിനുമുള്ള ഒരു സമർപ്പണം നമുക്കുണ്ടാകണം. ശിഷ്യന്മാർ കാത്തിരിക്കുന്നതും ഈ പരിശുദ്ധാത്മാവിന്റെ ഫ്രീക്വൻസിയിലേക്ക് തങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നതിനാണ്. രണ്ടാമതായി, വചനത്തിൽ നിലനിൽക്കുന്നതിനും പ്രമാണിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയുള്ളവർക്കാണ് പരിശുദ്ധാത്മാവ് ജീവിപ്പിക്കുന്ന കർത്താവായി തീരുന്നത്. ഇവിടെ കർത്താവ് വളരെ വ്യക്തമായി അവരോട് പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെ നിങ്ങൾ എന്നെയും പിതാവിനെയും സ്നേഹിക്കുകയും ചെയ്യുകയാണ് എന്ന് കർത്താവ് പറയുന്നു. വചനം പ്രമാണിക്കുന്നതിനുള്ള ഒരു സമർപ്പണമാണ് തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനമായ ഘടകം എന്ന് നാം ഓർക്കണം. കാത്തിരിപ്പിന്റെ കാലയളവിൽ ശിഷ്യന്മാർ, നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുകയും കർത്താവ് പങ്കുവച്ചത് അവർ ഓർക്കുകയും പങ്കുവെക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ വചനത്തിൽ നിലനിൽക്കുന്നതിലൂടെയാണ്, വചനം പ്രമാണിക്കാനുള്ള വലിയ സമർപ്പണവും പ്രതിബദ്ധതയും കാട്ടുന്നതിലൂടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നതും പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്നതും എന്ന് നാം എപ്പോഴും ഓർക്കണം. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ജീവന്റെ പ്രമാണം നിരന്തരമായി നമ്മെ ഓർപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ഓർപ്പിക്കുകയും വചനം പ്രമാണിക്കാനുള്ള ഉൾപ്രേരണകൾ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്നതിന് ദൈവവചനത്തോടുള്ള ഒരു വലിയ സമർപ്പണവും താല്പര്യവും അഭിനിവേശവും നമുക്കുണ്ടാകണം. വചനം പ്രമാണിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യവും ആഗ്രഹവും നമുക്കുണ്ടാകണം എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. അത്തരത്തിൽ വചനം കുറെ കൂടെ ആഴത്തിൽ ധ്യാനിക്കുന്നതിന്, വചനത്തെ സ്നേഹിക്കുന്നതിന്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതിന്, വചനം അനുസരിച്ച് ജീവിക്കുന്നതിനുള്ള ഒരു തീരുമാനവും പുതിയ സമർപ്പണവും ഈ ദിനങ്ങളിൽ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ സമർപ്പണവും പ്രകടമാക്കുക. നമ്മുടെ സഭ വചനത്തെ സ്നേഹിക്കുന്ന സഭയാണ്. നിരന്തരമായ നവീകരണം, പുതുക്കം സാധ്യമാകുന്നത് വചനത്തിന്റെ വായനയിലൂടെയാണെന്ന് മലങ്കര സഭയെ ഓർപ്പിച്ച പൂർവ്വ മാതാപിതാക്കളുടെ സഭയാണ് നമ്മുടേത്. അതുകൊണ്ട് വചനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കുള്ള ഒരു വലിയ ഉറപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ദൈവിക പരിപാലനത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നതാണ്. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കുന്നു എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. കർത്താവ് ജീവിക്കുന്നതിനാൽ നാം ജീവിക്കുന്നുവെന്നും ലോകത്തിന്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും പരിമിതിയുണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുന്നതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുന്നതിന്, കർത്താവിന്റെ ബലമുള്ള കരങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിന്, ദൈവിക പരിപാലനതയിൽ ശരണപ്പെട്ട് ജീവിക്കുന്നതിന് പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ തീർച്ചയായും അനേകർക്ക് പറയാനുണ്ടാകും. ജീവിതത്തിൽ വല്ലാതെ തകർന്നുപോയ, ഉലഞ്ഞുപോയ അനുഭവങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങളെ ഓർപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ എന്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതാണ്. ഗ്ലാഡീസ് സ്റ്റെയിൻസിനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട്, തൻ്റെ ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ട് അവിടെ കത്തിക്കരിഞ്ഞ ശവശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ 1000 ചോദ്യങ്ങൾ ആ സ്ത്രീയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇനി എന്താണ് നാളെ? ഇവിടെ തുടർന്നാൽ ഒരുപക്ഷെ തനിക്കും ഇതേ ഗതി തന്നെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഒരുപാട് ആശങ്കപ്പെട്ട വേളയിൽ പരിശുദ്ധാത്മാവിന്റെ ജീവിപ്പിക്കുന്ന വചനം ഗ്ലാഡീസ് സ്റ്റെയിൻസിനോട് ഇടപെട്ടത് ഞാൻ കേട്ടത് ഓർക്കുകയാണ്. പണ്ടെങ്ങോ പാടിയ വളരെ വിഖ്യാതമായ ഒരു ക്രിസ്തീയ ഗാനം അവരുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിച്ചു. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know who holds my future. My life is worth the living just because he lives. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. ഈ വലിയ ഉറപ്പിലാണ് ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ദൈവരാജ ശുശ്രൂഷയിൽ ആ കുടുംബത്തിന് നിലനിൽക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന, നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുവാനുള്ള ഒരു സമർപ്പണം ഉണ്ടാകട്ടെ. വചനത്തിൽ തന്നെ നിലനിൽക്കുവാനുള്ള ഒരു പ്രതിബദ്ധത നമുക്കുണ്ടാകട്ടെ. അതിന് ഈ ദിനങ്ങളിലെ ധ്യാനവും ആരാധനയും നമ്മെ സഹായിക്കട്ടെ എന്ന്
പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.